ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം ഷഡ്വിംശോധ്യായം. ഇതിലെ 6ാമത്തെ ശ്ലോകം വരെ എടുത്തു. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം. അതുവരെയുള്ള ഭാഗങ്ങൾ നമുക്കൊന്ന് ചൊല്ലിക്കേൾക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതേ ചതുർത്ഥസ്കന്ധേ അഥ ഷഡ്വിംശോധ്യായഃ. നാരദ ഉവാച. സ ഏകദാ മഹേശ്വാസോ രഥം പഞ്ചാശ്വമാശുഗം ദ്വിഷം ദ്വിചക്രമേകാക്ഷം ത്രിവേണം പഞ്ചബന്ധുരം ഏകരശ്മേകദമനമേകനീടം ദ്വികൂപരം പഞ്ചപ്രഗ്രഹണം സപ്തവരൂഥം പഞ്ചവിക്രമം ഹൈമോപസ്കരമാരുഹ്യ സ്വർണവർമാക്ഷയേഷു ധിഃ ഏകാദശചമൂനാഥ പഞ്ചപ്രസ്ഥമഗാദ്വനം ചചാരമൃഗയാം തത്ര ദൃപ്ത ആർത്തേഷു കാർമുകഃ വിഹായ ജായാമതദർഹ മൃഗവ്യസനലാലസഃ ആസുരീം വൃത്തിമാശ്രിത്യ ഘോരാത്മാനിരനുഗ്രഹഃ ന്യഹനൻ നിശിതൈർബാണൈർവനേഷു വനഗോചരാൻ. എന്നൂടി ചെല്ലാതെ. ആസുരീം വൃത്തിമാശ്രിത്യ ഘോരാത്മാനിരനുഗ്രഹഃ ന്യഹനൻ നിശിതൈർബാണൈർവനേഷു വനഗോചരാൻ തീർത്ഥേഷു പ്രതിദൃഷ്ടേഷു രാജാ മേധ്യാൻ പശൂൻ വനേ. തീർത്ഥേഷു പ്രതിദൃഷ്ടേഷു രാജാ മേധ്യാൻ പശൂൻ വനേ യാവദർത്ഥമലം ലുബ്ധോ ഹന്യാദിതി നിയമ്യതേ. ഇനി അടുത്ത ശ്ലോകമാണ് എടുക്കാനുള്ളത്. 7ാമത്തെ ശ്ലോകം. യ ഏവം കർമ്മ നിയതം വിദ്വാൻ കുർവീത മാനവഃ കർമ്മണാ തേന രാജേന്ദ്ര ജ്ഞാനേന ന സലിപ്യതേ. യ ഏവം കർമ്മ നിയതം വിദ്വാൻ കുർവീത മാനവ കർമ്മണാ തേന രാജേന്ദ്ര ജ്ഞാനേന ന സലിപ്യതേ. പലയോ രാജാവേ, മഹാരാജാവേ, വിവേകിയായിരിക്കുന്ന യാതൊരാൾ ഇപ്രകാരം ആ ശാസ്ത്രാനുമതിയുള്ള കർമ്മത്തെ ചെയ്യുന്നുവോ ആ കർമ്മം ചെയ്യുന്നതിനാലുണ്ടാവുന്ന ആ ജ്ഞാനം കൊണ്ട് അവൻ ആ കർമ്മത്തിൽ ബദ്ധനായിത്തീരുന്നില്ല. അതാണ് പറയുന്നത്. യ ഏവം കർമ്മ, ആരാണോ ഇപ്രകാരം കർമ്മത്തെ, നിയതം കർമ്മ, നിയമപ്രകാരമുള്ള കർമ്മത്തെ, വിദ്വാൻ, അറിവുള്ളവൻ, കുർവീത മാനവ, ആ അറിവുള്ള മനുഷ്യർ ചെയ്യുന്നത്, അവർ കർമ്മണാ തേന, ആ കർമ്മങ്ങളെ കൊണ്ട്, രാജേന്ദ്ര ജ്ഞാനേന, ആ കർമ്മങ്ങളുടെ ജ്ഞാനം കൊണ്ട്, ന സലിപ്യത, അവർ അതിൽ ബദ്ധരാവുന്നില്ല. അതിലത്തെ പദങ്ങൾ ഹേ രാജേന്ദ്ര, അല്ലയോ മഹാരാജാവേ, വിദ്വാൻ, വിവേകിയായിരിക്കുന്ന, യഹ മാനവഃ, യാതൊരാൾ, ഏവം ഇപ്രകാരം, നിയതം ശാസ്ത്രാനുമതിയുള്ള കർമ്മത്തെ, കുർവീത ചെയ്യുന്നുവോ, തേന ആ കർമ്മണ കർമ്മം ചെയ്യുന്നതിനാലുണ്ടാവുന്ന, ജ്ഞാനേന ജ്ഞാനത്താൽ, സഹ അവൻ, ന ലിപ്യതേ ആ കർമ്മത്തിൽ മുഴുകിയനാവുന്നില്ല. എന്നുകൂടി പറയാം. ഹേ രാജേന്ദ്ര, അല്ലയോ മഹാരാജാവേ, വിദ്വാൻ വിവേകിയായിരിക്കുന്ന, യഹ മാനവഃ യാതൊരാൾ, ഏവം ഇപ്രകാരം, നിയതം ശാസ്ത്രാനുമതിയുള്ള കർമ്മത്തെ കുർവീത ചെയ്യുന്നുവോ, തേന ആ കർമ്മണ കർമ്മം ചെയ്യുന്നതിനാലുണ്ടാവുന്ന, ആ കർമ്മം ചെയ്യുന്നതിനാലുണ്ടാവുന്ന, ജ്ഞാനേന ജ്ഞാനത്താൽ, സഹ അവൻ, ന ലിപ്യതേ കർമ്മത്തിൽ മുഴുകിയവനാവുന്നില്ല. അതിൽ തന്നെ വന്നിട്ട് ഹേ രാജേന്ദ്ര, വിദ്വാൻ യഹ മാനവഃ ഏവം നിയതം കർമ്മ കുർവീത തേന കർമ്മണാ ജ്ഞാനേന സ ന ലിപ്യതേ. കൂടി പറയാം. ഹേ രാജേന്ദ്ര, വിദ്വാൻ യ മാനവഃ ഏവം നിയതം കർമ്മ കുർവീത തേന കർമ്മണാ ജ്ഞാനേന സ ന ലിപ്യതേ. അല്ലയോ മഹാരാജാവേ, വിവേകിയായിരിക്കുന്ന യാതൊരാൾ ഇപ്രകാരം ശാസ്ത്രാനുമതിയുള്ള കർമ്മത്തെ ചെയ്യുന്നുവോ ആ കർമ്മം ചെയ്യുന്നതിനാലുണ്ടാവുന്ന ജ്ഞാനം കൊണ്ട് അവൻ ആ കർമ്മത്തിൽ മുഴുകിയവനാവുന്നില്ല. അല്ലയോ പ്രാചീന ബർഹിസെ, തനിക്ക് വിധിക്കപ്പെട്ട കർമ്മം ഏതാണെന്നറിഞ്ഞ് അതുമാത്രം അനുഷ്ഠിക്കുന്നവന് കർമ്മജ്ഞാനമുണ്ടാവുന്നു. ആ ജ്ഞാനം കൊണ്ട് അവൻ ആ കർമ്മത്തിൽ സക്തനാവുന്നതും ഇല്ല. തനിക്കിന്നത് ചെയ്യണം എന്നറിഞ്ഞ് അത് ചെയ്യണം. അതിനെപ്പറ്റിയുള്ള ജ്ഞാനം ആ കർമ്മത്തെ നിഷ്കാമം ആക്കുന്നു എന്നർത്ഥം. ഇവിടെ കർമ്മം നിയതം അല്ല, ജ്ഞാനത്തോടെ വേണ്ടത് മാത്രം ചെയ്യുക എന്ന ബോധത്തോടെ അവിവേകപൂർവം പ്രവർത്തിക്കുന്ന വ്യക്തി ആ കർമ്മത്തിൽ
ആസക്തനായി തീരുകയില്ല. ഇപ്രകാരം ആ ശാസ്ത്രത്താൽ നിയമിക്കപ്പെട്ട ആ കർമ്മത്തെ അറിഞ്ഞ് അതുപ്രകാരം അനുഷ്ഠിക്കുന്ന മനുഷ്യൻ ജ്ഞാനിയായതിനാൽ ആ കർമ്മത്താൽ അവൻ ബദ്ധനായി ബദ്ധനായിട്ട് വരികയില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പം ഇതിലത്തെ വ്യാഖ്യാനം നമുക്ക് നോക്കാം. വ്യാഖ്യാനത്തിൽ യഹ ഏവം നിയതം കർമ്മ കരോതി, ഇപ്രകാരം ആരാണോ ആ നിയതമായിരിക്കുന്ന കർമ്മം, നിയമപ്രകാരമുള്ള കർമ്മം ചെയ്യുന്നത്, സ ന ലിപ്യതേ, അവൻ അതിൽ ആ കർമ്മം കൊണ്ട് ബദ്ധനാവുന്നില്ല, കർമ്മജ്ഞാനത്താൽ ബദ്ധനാവുന്നില്ല എന്നുള്ളത്. യഹ ഏവം നിയതം കർമ്മ കരോതി, ആരാണോ ഇപ്രകാരം നിയതമായിരിക്കുന്ന കർമ്മത്തെ ചെയ്യുന്നത്, നിയമപ്രകാരമുള്ള കർമ്മത്തെ ചെയ്യുന്നത്, സ ന ലിപ്യതേ, അവർ ആ കർമ്മം കൊണ്ട് ബദ്ധരാവുന്നില്ല. യഹ ഏവം നിയതം കർമ്മ കരോതി സ നഹ ലിപ്യതേ എന്നുള്ളതാണ് അതിലത്തെ വ്യാഖ്യാനം വരുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം നമുക്ക്. 8ാമത്തെ ശ്ലോകം. അന്യഥാ കർമ്മ കുർവാണോ മാനാരൂഢോ നിബധ്യതേ ഗുണപ്രവാഹപതിതോ നഷ്ടപ്രജ്ഞോ വ്രജത്യധഃ. അന്യഥാ കർമ്മ കുർവാണോ മാനാരൂഢോ നിബധ്യതേ ഗുണപ്രവാഹപതിതോ നഷ്ടപ്രജ്ഞോ വ്രജത്യധഃ. അപ്പോൾ അന്യഥാ കർമ്മം, അല്ലാതെ കണ്ടുള്ള കർമ്മം ചെയ്യുന്ന മാനാരൂഢൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അഹങ്കാരം ഉള്ളവൻ എന്നർത്ഥം. അഭിമാനം കയറി അങ്ങനെ അന്യ കർമ്മങ്ങൾ, മറ്റുള്ള കർമ്മങ്ങളെ ചെയ്യുന്ന അവരെ നിബദ്ധതയെ, ആ കർമ്മം കൊണ്ട് അന്യഥാകർമ്മം, അതായത് തോന്നിയ പോലെ കർമ്മം ചെയ്യുന്ന ആള് കുർവാണോ മാനാരൂഢോ, അഹങ്കാരിയായിരിക്കുന്ന അവൻ അങ്ങനെ ചെയ്യുന്ന കർമ്മങ്ങളാൽ അവൻ നിബദ്ധതയെ, ബദ്ധനായിത്തീരുന്നു. എന്നിട്ടോ ഗുണപ്രവാഹ പതിതോ, ഗുണപ്രവാഹമായിരിക്കുന്ന ഈ സംസാരത്തിൽ പതിച്ച് നഷ്ടപ്രജ്ഞോ, അവൻ്റെ ബുദ്ധി നശിച്ച് വ്രജതി അധഃ, അധപ്പതിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതിലത്തെ പദങ്ങൾ മാനാരൂഢ, അഭിമാനത്തിൽ കയറിയിരുന്ന്, അന്യഥ തോന്നിയ പോലെ, കർമ്മം കുർവാണഃ ചെയ്യുന്നവൻ, നിബദ്ധതേ ആ കർമ്മത്താൽ ബദ്ധനായിത്തീരുന്നു, ഗുണപ്രവാഹപതിത സംസാരപ്രവാഹത്തിൽ വീണ്, നഷ്ടപ്രജ്ഞ വിവേകം നശിച്ച്, അധഃ വ്രജതി അധപ്പതിക്കുന്നു. എന്നും കൂടി പറയാം. മാനാരൂഢ അഭിമാനത്തിൽ കയറിയിരുന്ന്, അന്യഥ തോന്നിയ പോലെ കർമ്മം കുർവാണഃ ചെയ്യുന്നവൻ, നിബദ്ധതേ കർമ്മത്താൽ ബദ്ധനായിത്തീരുന്നു, ഗുണപ്രവാഹപതിത സംസാരപ്രവാഹത്തിൽ വീണ്, നഷ്ടപ്രജ്ഞ വിവേകം നശിച്ച്, അധഃ വ്രജതി അധപ്പതിക്കുന്നു. അപ്പോൾ മാനാരൂഢ അന്യഥാ കർമ്മ കുർവാണഃ നിബധ്യതേ ഗുണപ്രവാഹപതിത നഷ്ടപ്രജ്ഞ അധഃ വ്രജതി. ഒന്നുകൂടി പറയാം. അതിൽ തന്വയം. മാനാരൂഢ അന്യഥാ കർമ്മ കുർവാണഃ നിബധ്യതേ ഗുണപ്രവാഹപതിത നഷ്ടപ്രജ്ഞ അധഃ വ്രജതി. അഭിമാനത്തിൽ കയറിയിരുന്ന് തോന്നിയ പോലെ കർമ്മം ചെയ്യുന്നവൻ ആ കർമ്മത്താൽ ബദ്ധനായിത്തീരണു, സംസാരപ്രവാഹത്തിൽ വീണ് വിവേകം നശിച്ചിട്ട് അധപ്പതിക്കുകയും ചെയ്യുന്നു. അല്ലാതെ ആ അഹങ്കാരത്തോടെ കർമ്മം ചെയ്യുന്നവൻ അർത്ഥം. അല്ലാതെ ആ അഹങ്കാരത്തോടെ കർമ്മം ചെയ്യുന്നവൻ അതിൽ ബദ്ധനാവുന്നു, സംസാരപ്രവാഹത്തിൽ അകപ്പെട്ട് പ്രജ്ഞയറ്റവനായിട്ട് അധപ്പതിക്കുന്നു. കർമ്മഫലം അനുഭവിക്കാൻ വീണ്ടും വീണ്ടും ജന്മങ്ങൾ സ്വീകരിക്കേണ്ടി വരുമെന്നർത്ഥം. ഫലമനുഭവിക്കാതെ കർമ്മത്തിന് നാശമില്ല എന്നാണ് വേദാന്ത മതം. ന ഭോഗാദൃതേ കർമ്മക്ഷീയത്തെ ബ്രഹ്മസൂത്രത്തിൽ പറയുന്നുണ്ട്. ഇത് ആചാര്യസ്വാമികൾ ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ തത്വം ആയിട്ട് പറയുന്നത്. തഥാപ്യകർത്താത്മബോധാൽ കർമ്മപ്രദാഹ സിദ്ധി. ആ ആത്മബോധം കൊണ്ട്, ആത്മജ്ഞാനം കൊണ്ട് ആ കർമ്മങ്ങളെ സമൂലം ദഹിപ്പിക്കുന്നു. ആത്മജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിനോട് ചേർന്നുകൊണ്ട് ആ കർമ്മത്തെ ആ സമർപ്പണമായിട്ട് ചെയ്യുമ്പോൾ, കർമ്മസമർപ്പണമാക്കി ചെയ്യുമ്പോൾ, ആ ചെയ്യേണ്ടുന്ന കർമ്മങ്ങളെ നിയതപ്രകാരം ചെയ്യുമ്പോൾ കർമ്മപ്രദാഹ സിദ്ധി, ആ കർമ്മങ്ങളെ സമൂലം ദഹിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ മുൻ ശ്ലോകത്തിൻ്റെ തത്വം ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ അഹങ്കരിച്ച് കർമ്മം ചെയ്യുന്നവൻ ബദ്ധനായിത്തീരുന്നു, അവൻ സംസാരപ്രവാഹത്തിൽ പതിച്ച്
ലേശം ഇല്ലാതെ അങ്ങേയറ്റം അധപ്പതിക്കുന്നു. അപ്പോൾ ദേഹാഭിമാന നിമിത്തം ആ ശാസ്ത്രമര്യാദയെ ഉല്ലംഘിച്ച് കർമ്മം ചെയ്യുന്നവന് അത് നിമിത്തം സംസാരബന്ധം വീണ്ടും ഉണ്ടാകുന്നു. ഗുണപ്രവാഹരൂപമായിരിക്കുന്ന നാനായോനികളിൽ ശരീരം ധരിപ്പാനിട വരികയും പൂർവാഭ്യാസത്തിൻ്റെ ഫലമായിട്ട് വിചാരശക്തിയില്ലാത്ത മൃഗാദിദേഹങ്ങളെ ധരിച്ച് അധപ്പതിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനം നമുക്ക് നോക്കാം. വ്യാഖ്യാനത്തിൽ യോ നിയമോല്ലംഘനേന കർമ്മ കരോതി, ആരാണോ ആ നിയമങ്ങളെ ലംഘിച്ചുകൊണ്ട് കർമ്മം ചെയ്യുന്നത്, യോ നിയമോ ലംഘനേന കർമ്മ കരോതി സബദ്ധ്യതേ അവര് കർമ്മം കൊണ്ട് ബദ്ധരായിത്തീരുന്നു. അപ്പോൾ യോ നിയമോ ലംഘനേന കർമ്മ കരോതി, ആരാണോ ആ നിയമങ്ങളെയൊക്കെ ലംഘിച്ചിട്ടുള്ള തോന്നിയ പോലെയുള്ള കർമ്മങ്ങളെ കരോതി ചെയ്യുന്നത്, സബദ്ധ്യതേ അവൻ കർമ്മം കൊണ്ട് ബദ്ധരായിത്തീരുന്നു. അപ്പോൾ വ്യാഖ്യാനം യോ നിയമോ ലംഘനേന കർമ്മ കരോതി സബദ്ധ്യതേ. അടുത്ത ശ്ലോകം നോക്കാം. 9ാമത്തെ ശ്ലോകം. തത്ര നിർഭിന്നഗാത്രാണാം ചിത്രവാചൈഃ ശ്രീമുഖൈഃ വിപ്ലവോഭൂത് ദുഃഖിതാനാം ദുസ്സഹ കരുണാത്മനാം. തത്ര നിർഭിന്നഗാത്രാണാം ചിത്രവാചൈഃ ശ്രീമുഖൈഃ വിപ്ലവോഭൂത് ദുഃഖിതാനാം ദുസ്സഹ കരുണാത്മനാം. അപ്പോൾ അവിടെ ആ നാനാതരം തൂവലുകളോടുകൂടിയ ശിലീമുഖൈ ശരങ്ങളാൽ ആ പിളർക്കപ്പെട്ട ശരീരങ്ങളോടുകൂടിയ ആ പ്രാണവേദന അനുഭവിക്കുന്ന മൃഗങ്ങളുടെ ആ മഹാനാശം അത് ദയാർദ്രരായിട്ടുള്ളവർക്ക് അസഹ്യമായിട്ട് ഭവിച്ചു എന്നുള്ളതാണ് പറയുന്നത്. തത്ര നിർഭിന്നഗാത്ര അവിടെ ആ പിളർക്കപ്പെട്ട ശരീരങ്ങളോട് കൂടിയിരിക്കുന്ന, എങ്ങനെ പിളർക്കപ്പെട്ടത്, ചിത്രവാചൈ ശിലീമുഖൈ പലതരം തൂവലുകളോട് കൂടിയിരിക്കുന്ന ആ ശരങ്ങളാൽ പിളർക്കപ്പെട്ട ശരീരങ്ങളോട് കൂടിയിരിക്കുന്ന ആ പ്രാണവേദന അനുഭവിക്കുന്ന ദുഃഖിതാനാം ദുസ്സഹ കരുണാത്മ ശിലീമുഖൈഹി, അങ്ങനെയുള്ള ആ മൃഗങ്ങൾ പ്രാണവേദന അനുഭവിക്കുന്ന ആ മൃഗങ്ങളുടെ ആ മഹാനാശം, വിപ്ലവോ അതിൻ്റെ മഹാനാശം ആ ദയാർദ്രരായിട്ടുള്ളവർക്ക് അസഹ്യമായിട്ട് ഭവിച്ചു. അപ്പോൾ ഇതിലത്തെ പദങ്ങൾ നോക്കാം. തത്ര അവിടെ, ചിത്രവാചൈഹി നാനാതരം തൂവലുകളോടുകൂടിയ, ശിലീമുഖൈഹി ശരങ്ങളാൽ, നിർഭിന്നഗാത്രാണാം പിളർക്കപ്പെട്ട ശരീരത്തോടുകൂടി, ദുഃഖിതാനാം പ്രാണവേദന അനുഭവിക്കുന്ന മൃഗങ്ങളുടെ, വിപ്ലവ മഹാനാശം, കരുണാത്മനാം ദയാർദ്രരായിട്ടുള്ളവർക്ക്, ദുസ്സഹ അസഹ്യമായിട്ട് ഭവിച്ചു. എന്നുകൂടി പറയാം. തത്ര അവിടെ, ചിത്രവാചൈഹി നാനാതരം തൂവലുകളോടുകൂടിയ, ശിലീമുഖൈഹി ശരങ്ങളാൽ, നിർഭിന്നഗാത്രാണാം പിളർക്കപ്പെട്ട ശരീരങ്ങളോടുകൂടി, ദുഃഖിതാനാം പ്രാണവേദന അനുഭവിക്കുന്ന മൃഗങ്ങളുടെ, വിപ്ലവ മഹാനാശം, കരുണാത്മനാം ദയാർദ്രരായിട്ടുള്ളവർക്ക്, ദുസ്സഹ അസഹ്യമായിട്ട് ഭവിച്ചു. അതിലത്തെ അന്വയം തത്ര ചിത്രവാചൈഃ ശിലീമുഖൈഃ നിർഭിന്നഗാത്രാണാം ദുഃഖിതാനാം വിപ്ലവഃ കരുണാത്മനാം ദുസ്സഹ അഭൂത്. എന്നും കൂടി പറയാം. തത്ര ചിത്രവാചൈഃ ശിലീമുഖൈഃ നിർഭിന്നഗാത്രാണാം ദുഃഖിതാനാം വിപ്ലവഃ കരുണാത്മനാം ദുസ്സഹ അഭൂത്. അവിടെ ആ നാനാതരം തൂവലുകളോടുകൂടിയ ശരങ്ങളാൽ ആ പിളർക്കപ്പെട്ട ശരീരങ്ങളോടുകൂടിയ ആ പ്രാണവേദന അനുഭവിക്കുന്ന മൃഗങ്ങളുടെ മഹാനാശം ദയാർദ്രരായവർക്ക് അസഹ്യമായിട്ട് ഭവിച്ചു. പലതരം ചിറകുകളോടുകൂടിയ അസ്ത്രങ്ങളാൽ ദേഹം പിളർക്കപ്പെട്ട് അനേകം മൃഗങ്ങൾ അവിടെ നശിച്ചു. ദുഃഖിതരിൽ കാരുണ്യമുള്ളവർക്ക് ഈ കാഴ്ച അത്യന്തം ദുസ്സഹമായിരുന്നു. അപ്പോൾ അവിടെ വിചിത്രങ്ങളായ ബാണങ്ങളാൽ ശരീരം തകർന്ന് ദുഃഖിക്കുന്ന മൃഗങ്ങൾക്ക് വളരെയേറെ നാശമുണ്ടായി. ആ പലരും അതിൽ പരിതപിച്ചു. അപ്പോൾ ആ നായാട്ടിൻ്റെ അനൗചിത്യത്തെ ആ ശാസ്ത്രാനുസരണം പറഞ്ഞതിന് ശേഷം വീണ്ടും ആ പ്രകൃതം അനുസരിക്കുന്നു. ആ കാട്ടിൽ നായാട്ട് ചെയ്യുന്ന പുരഞ്ജന രാജാവിൻ്റെ ബാണങ്ങളേറ്റും മുറിക്കപ്പെട്ട അനേകം മൃഗങ്ങൾ അസഹ്യ ദുഃഖത്തോടുകൂടെ
ആ കാട്ടിൽ നശിച്ചു. അങ്ങനെ ആ കരുണയുള്ളവർക്ക് ആ കാഴ്ച എപ്പോഴും വളരെ അസഹനീയമായിട്ട് തോന്നും. അപ്പോൾ ഇതിലത്തെ അവ്യാഖ്യാനം നോക്കാം. അഥ പുരഞ്ജരസ്യ ബാണൈർ ഹതാനാം മൃഗാണാം നാശോ ബഭൂവ. അവിടെ ആ പുരഞ്ജരൻ്റെ ബാണങ്ങളെ കൊണ്ട് കൊല്ലപ്പെട്ട ആ മൃഗങ്ങളുടെ നാശം അവിടെ സംഭവിച്ചു. അഥ പുരഞ്ജനസ്യ, അവിടെ ആ പുരഞ്ജനൻ്റെ ബാണൈർഹതാനാം ബാണങ്ങളെ കൊണ്ട് ഹതമാക്കിയ ആ മൃഗങ്ങളുടെ നാശോ ബഭൂവ, നാശം അവിടെ സംഭവിച്ചു. അഥ പുരഞ്ജനസ്യ ബാണൈർഹതാനാം മൃഗാണാം നാശോ ബഭൂവ. ഇതാണ് അതിൻ്റെ വ്യാഖ്യാനം ആയിട്ട് വരുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം. എന്തൊക്കെയാണ് നശിച്ചതെന്നുള്ളതാണ് പറയുന്നത്. ശശാൻ വരാഹാൻ മഹിഷാൻ ഗവയാൻ രുരുശല്യകാൻ മേധ്യാൻ അന്യാംശ്ച വിവിധാൻ നിനിഘ്നൻ ശ്രമമധ്യഗാത്. എന്നുകൂടി പറയാം. ശശാൻ വരാഹാൻ മഹിഷാൻ ഗവയാൻ രുരുശല്യകാൻ മേധ്യാൻ അന്യാംശ്ച വിവിധാൻ നിനിഘ്നൻ ശ്രമമധ്യഗാത്. ശശാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുയലുകൾ, വരാഹാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്നികൾ, മഹിഷാൻ പോത്തുകൾ, ഗവയാൻ കാട്ടുകാളകൾ, രുരു കൃഷ്ണമൃഗങ്ങൾ, ശല്യകാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുള്ളൻ പന്നികൾ, മേധ്യാൻ ശുദ്ധിയുള്ള അന്യ വിവിധാൻ വിവിധമായിരിക്കുന്ന ആ മൃഗങ്ങളും, നിനിഘ്നൻ കൊല്ലപ്പെട്ടു. എന്നിട്ട് ശ്രമമധ്യഗാത്, അദ്ദേഹത്തിൻ്റെ ശ്രമം ക്ഷീണിതമായി തീർന്നു. അദ്ദേഹം ക്ഷീണിതനായി എന്നർത്ഥം. അപ്പോൾ ശശാൻ എന്ന് പറഞ്ഞാൽ മുയലുകൾ, വരാഹാൻ പന്നികൾ, മഹിഷാൻ പോത്തുകൾ, ഗവയാൻ കാട്ടുകാളകൾ, രുരു കൃഷ്ണമൃഗം, ശല്യകാൻ മുള്ളംപന്നികൾ, മേധ്യാൻ ശുദ്ധി ഉള്ള ഈ കൊല്ലാൻ പറ്റുന്ന വിധിക്കപ്പെട്ട, മേധ്യാൻ അന്യമായിരിക്കുന്ന വിവിധങ്ങളായിരിക്കുന്ന മൃഗങ്ങളെ നിനിഘ്നൻ കൊന്ന് ട്ടുള്ള ആശ്രമം കൊണ്ട് അദ്ദേഹം ക്ഷീണിതനായി തീർന്നു എന്നർത്ഥം. പതിത്തെ പദങ്ങൾ ശശാൻ മുയലുകളെയും, വരാഹാൻ പന്നികളെയും, മഹിഷാൻ പോത്തുകളെയും, ഗവയാൻ കാട്ടുകാളകളെയും, രുരു ശല്യകാൻ കൃഷ്ണമൃഗങ്ങളെയും, മുള്ളൻ പന്നികളെയും, അന്യാൻ വേറെ, വിവിധാൻ വിവിധതരം, മേധ്യാൻ മേധ്യങ്ങളായവയെയും ശുദ്ധിയുള്ള ജീവജാലങ്ങളെ, വിനിഘ്നൻ കൊന്നുകൊണ്ടിരിക്കെ, ശ്രമം അധ്യഗാത് ക്ഷീണിതൻ ആയിത്തീർന്നു. ഒന്നും കൂടി പറയാം. ശശാൻ മുയലുകളെയും, വരാഹാൻ പന്നികളെയും, മഹിഷാൻ പോത്തുകളെയും, ഗവയാൻ കാട്ടുകാളകളെയും, രുരു ശല്യകാൻ കൃഷ്ണമൃഗങ്ങളെയും, മുള്ളൻ പന്നികളെയും, അന്യാൻ വേറെ, വിവിധാൻ വിവിധതരം, മേധ്യാൻ മേധ്യങ്ങളായവയെയും, വിനിഘ്നൻ കൊന്നുകൊണ്ടിരിക്കെ, ശ്രമം അധ്യഗാത് ക്ഷീണിതനായിത്തീർന്നു. പതിത്തെ അന്വയം വന്നിട്ട് ശശാൻ വരാഹാൻ മഹിഷാൻ ഗവയാൻ രുരുശല്യകാൻ അന്യാൻ വിവിധാൻ മേധ്യാൻ വിനിഘ്നൻ ശ്രമം അധ്യഗാത്. ഒന്നും കൂടി പറയാം. ശശാൻ വരാഹാൻ മഹിഷാൻ ഗവയാൻ രുരുശല്യകാൻ അന്യാൻ വിവിധാൻ മേധ്യാൻ വിനിഘ്നൻ ശ്രമം അധ്യഗാത്. അപ്പോൾ മുയലുകളെയും പന്നികളെയും പോത്തുകളെയും കാട്ടുകാളകളെയും കൃഷ്ണമൃഗങ്ങളെയും മുള്ളൻ പന്നികളെയും വേറെ വിവിധ തരം മേധ്യങ്ങളായവയെയും കൊന്നുകൊണ്ടിരിക്കെ അദ്ദേഹം ക്ഷീണിതനായി തീർന്നു. അവിടെ വിചിത്രങ്ങളായ ബാണങ്ങളാൽ ശരീരം തകർന്ന് ദുഃഖിക്കുന്ന മൃഗങ്ങൾക്ക് വളരെയേറെ നാശമുണ്ടായി. പലരും അതിൽ പരിതപിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ മാനുകൾ, പന്നികൾ, പോത്തുകൾ, ഗവയങ്ങൾ, രുരുക്കൾ, ശല്യകങ്ങൾ തുടങ്ങിയ യജ്ഞാർഹങ്ങളും അല്ലാത്തവയുമായിരിക്കുന്ന പലതരം മൃഗങ്ങളെയും വേട്ടയാടി അദ്ദേഹം ക്ഷീണിച്ചു. ഇവിടെ മുയൽ, പന്നി, പോത്ത്, കാട്ടുകാള, രുരുവെന്ന ഒരു തരം മാൻ, മുള്ളൻ പന്നി എന്നിങ്ങനെ അനേകം മൃഗങ്ങളെ ഹിംസിച്ചു. അവയിൽ ഹിംസിക്കാത്തവയും അല്ലാത്തവയും ഉൾപ്പെട്ടു. വേട്ടയാടിയ പുരഞ്ജനൻ ക്ഷീണിതനായി. മുയലുകൾ, പന്നികൾ, പോത്തുകൾ, ഗവയങ്ങൾ, മാനുകൾ, മുള്ളൻ പന്നികൾ ഇങ്ങനെ നിർദോഷികളായിരിക്കുന്ന അനേകവിധം മൃഗങ്ങളെ സംഹരിച്ച് വേട്ടയാടി രാജാവ് ക്ഷീണിച്ചു പോയി എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇന്നത്തെ ആ വ്യാഖ്യാനത്തിൽ തതോ മൃഗയായാം നായാട്ടിൽ ശശാൻ മുയലുകൾ, വരാഹാൻ പന്നികൾ, മഹിഷാൻ പോത്തുകൾ, ഗവയാദീനന്യാംശ കാട്ടുകാളകളെ തുടങ്ങിയിരിക്കുന്ന അന്യ മൃഗങ്ങളെ മാരയൻ കൊന്നു.
അന്യമൃഗങ്ങളെയൊക്കെ അതിൽ കൊന്നു എന്നുള്ളതാണ് ഇതിൽ വ്യാഖ്യാനത്തിൽ പറഞ്ഞത്. തത്തോ മൃഗയായാം, അപ്രകാരം ആ നായാട്ടിൽ ശശാൻ വരാഹാൻ മുയലുകൾ, പന്നികൾ, മഹിഷങ്ങൾ, മഹിഷാൻ, ഗവയാൻ തുടങ്ങിയിരിക്കുന്ന ആ മറ്റ് കാട്ടുകാളകൾ തുടങ്ങിയിരിക്കുന്ന അന്യാംശ അന്യമൃഗങ്ങളും മാരേൻ കൊല്ലപ്പെട്ടു. അതിലത്തെ വ്യാഖ്യാനം വന്നിട്ട് തതോ മൃഗയായാം ശശാൻ വരാഹാൻ മഹിഷാൻ ഗവയാദി അന്യാംശ്ച മാരയൻ എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. മേധ്യാനന്യാനമേധ്യാംശ്ച എന്ന് പാഠഭേദം ഉണ്ട്. അങ്ങനെ ഒരു പാഠഭേദം കൂടി അതിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആ ആത്മപക്ഷത്തിൽ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അർത്ഥം ആ സ്വപ്നാവസ്ഥയിലെ ഭോഗാനുഭൂതി കൊണ്ടുള്ള ക്ഷീണമാണ് ആധ്യാത്മിക വശം. സ്വപ്നാവസ്ഥയിൽ ഭോഗാനുഭൂതി കൊണ്ടുള്ള ക്ഷീണമാണ് ആ ആധ്യാത്മിക വശം. ഉറക്കത്തിൽ സ്വപ്നം കണ്ട് നിലവിളിക്കുകയും മറ്റും ചെയ്യാറുണ്ടല്ലോ. അതുകൊണ്ട് സ്വപ്നാനുഭവം ശരീരത്തെ ഒരു പരിധിവരെ ബാധിക്കുമെന്ന് വരുന്നു. 5 നഖങ്ങളുള്ള 5 മൃഗങ്ങളുടെ മാംസം ബ്രാഹ്മണർക്കും ക്ഷത്രിയർക്കും ഭക്ഷിക്കാമെന്ന് രാമായണം പറയുന്നുണ്ട്. 5 നഖം ഉള്ള 5 മൃഗങ്ങളുടെ മാംസം ബ്രാഹ്മണർക്കും ക്ഷത്രിയർക്കും ഭക്ഷിക്കാമെന്ന് രാമായണം പറയുന്നു. പഞ്ചനഖാഭക്ഷ്യ ബ്രഹ്മക്ഷത്രേണ രാഘവ ശല്യകഃ ശ്വാവിധോ ഗോധ ശശഃ കൂർമ്മശ്ച പഞ്ചമഃ. ശല്യകവും ശ്വാവിധവും മുള്ളൻ പന്നികളിലെ 2 ഇനങ്ങൾ. ഗോധ ഉടുമ്പ്, ശശം മുയൽ, കൂർമ്മം ആമ. മീമാംസകർ പരിസംഖ്യയ്ക്ക് ഉദാഹരണമായിട്ട് ഉദ്ധരിക്കുന്ന പ്രമാണമാണ് ഇത്. ഗൗരജോ മനുജോശ്വശ്ച മേഷാശ്വതരഗർദഭാ ഗ്രാമ്യാ സപ്ത സമാഖ്യാതാ പശവഃ സാധുവേദിഭിഃ സിംഹവ്യാഘ്രാവരാഹശ്ച മാഹിഷാ വാരണാസ്തഥാ ഋക്ഷാശ്ച വാനരാശ്ചൈവ സപ്താരണ്യാ പ്രകീർത്തിതാഃ. ഭാരതത്തിലെ വ്യാഖ്യാനത്തിൽ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് പശുക്കളിൽ മേധ്യങ്ങളല്ലാത്തവ ഏവയെന്ന്. ശതപഥ ബ്രാഹ്മണത്തിൽ നാട്ടുപന്നി, കുറിയാട്, ശ്വാവ് ഇവ. ത്രയോ ഹത്വാവ പശവോ മേധ്യാഹ ദുർവരാഹ ഐഡകഃ ശ്വാ. കാട്ടുപന്നി, പോത്ത്, മുയൽ, ആമ ഇവയുടെ മാംസം ആകാമെന്ന് മനുസ്മൃതിയിൽ പറയുന്നു. ദശമാംസാംസ്തു തൃപ്യന്തി വരാഹമഹിഷാമിഷൈ ശശകൂർമ്മയോസ്തു മാംസേന മാംസാനേകാദശൈവതു ഒക്കെ. ഇങ്ങനെ ആ ഹിംസിക്കപ്പെടുന്നവയും ഹിംസിക്കപ്പെടാത്തവയുമായിട്ടുള്ള മൃഗങ്ങളെ പറ്റിയിട്ട് അനേകം വ്യാഖ്യാനങ്ങളുണ്ടെന്നർത്ഥം. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുയൽ, പന്നി, പോത്ത്, കാട്ടുകാള, രുരു എന്ന ഒരു തരം മാൻ, മുള്ളൻ പന്നി എന്നിങ്ങനെ അനേക മൃഗങ്ങളെ ഹിംസിച്ചു. അവയിൽ ഹിംസിക്കാത്തവയും അല്ലാത്തവയുമായും ഉൾപ്പെടും. അവയൊക്കെ നായാടിയ ശേഷം ആ പുരഞ്ജനൻ ക്ഷീണിതനായി എന്നുള്ളതാണ് പറഞ്ഞത്. സ്വപ്നാവസ്ഥയിൽ നിന്നിട്ട് അനുഭവത്തിൻ്റെ അതിലത്തെ ആത്മപക്ഷത്തിൽ പറയുകയാണെങ്കിൽ സ്വപ്നാവസ്ഥയിൽ നിന്ന് മടങ്ങി ജീവൻ ജാഗ്രത അവസ്ഥയെ പ്രാപിച്ചു സ്വപ്നാവസ്ഥയിൽ കാണുന്ന ഭോഗാനുഭൂതി കൊണ്ടുള്ള ക്ഷീണം, അതാണ് ആ ആധ്യാത്മിക വശം. ആ ഉറക്കത്തിൽ സ്വപ്നം കണ്ട് നിലവിളിക്കുകയും മറ്റും ചെയ്യാറുണ്ട്. അതുകൊണ്ട് സ്വപ്നാനുഭവം ശരീരത്തെ ഒരു പരിധിവരെ ബാധിക്കുമെന്ന് വരുന്നു. 5 തലയുള്ള എന്ന് വരുന്നു പറയുന്നു. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. തതഃ ക്ഷുത്രിത് പരിശ്രാന്തോ നിവൃത്തോ ഗൃഹമേവാൻ കൃതസ്നാനോചിതാഹാര സംവിവേശ കൃതക്ലമഃ
തതഃ ക്ഷുത്രിക് പരിശ്രാന്തോ നിവൃത്തോ ഗൃഹമേയുവാൻ കൃതസ്നാനോചിതാഹാരഃ സംവിവേശ ഗതക്ലമഃ. പിന്നീട് ആ വിശപ്പും ദാഹവും കൊണ്ട് ക്ഷീണിതനായിട്ട് അദ്ദേഹം മടങ്ങി ആ രാജധാനിയെ പ്രാപിച്ചു. ആ രാജധാനിയിലേക്ക് ചെന്ന് എന്നിട്ട് കുളിയും ഉതകുന്ന ആഹാരവും ഒക്കെ കഴിച്ച് പറ്റിയ ആഹാരമൊക്കെ കഴിച്ച് ക്ഷീണം തീർത്ത് ശയ്യയെ പ്രാപിച്ചു. അപ്പോൾ ആ നായാട്ട് ക്ഷീണിതനായിരിക്കുന്ന അദ്ദേഹം അവിടെ നിന്ന് മടങ്ങി നടത്തും. തതഃ ക്ഷുതിർപരിശ്രാന്തോ, അദ്ദേഹത്തിന് വിശപ്പും ദാഹവും ക്ഷീണം കൊണ്ട് ഉണ്ടായിട്ട് അതിൻ്റെ നിവൃത്തത്തിനായിട്ട് ആ രാജധാനിയെ പ്രാപിച്ചു. എന്നിട്ട് കൃതസ്നാനോചിതാഹാര, അവിടെ ചെന്നിട്ട് സ്നാനം ചെയ്ത് ഉചിതമായിരിക്കുന്ന ആഹാരമൊക്കെ കഴിച്ച് സംവിവേശ, ആ ശയ്യയെ പ്രാപിച്ചു. ഗതക്ലമഃ, ക്ഷീണമൊക്കെ തീർത്ത് ആ ശയ്യയെ പ്രാപിച്ചു എന്നുള്ളതാണ്. തതഃ ക്ഷുത്രിക് പരിശ്രാന്തോ നിവൃത്തോ ഗൃഹമേയുവാൻ കൃതസ്നാനോചിതാഹാര സംവിവേശ ഗതക്ലമഃ. പതിത്തെ പദങ്ങൾ തതഃ അനന്തരം ക്ഷുത്രിക് പരിശ്രാന്ത, വിശപ്പും ദാഹവും കൊണ്ട് ക്ഷീണിതനായിട്ട് നിവൃത്ത മടങ്ങി, ഗൃഹം രാജധാനിയെ ഏയുവാൻ പ്രാപിച്ചു, കൃതസ്നാനോചിതാഹാര കുളിയും ഉതകുന്ന ആഹാരവും കഴിച്ച് ഗതക്ലമഃ ക്ഷീണം തീർത്ത് സംവിവേശ ശയ്യയെ പ്രാപിച്ചു എന്നുകൂടി പറയാം. തതഃ അനന്തരം ക്ഷുത്രിക് പരിശ്രാന്ത, വിശപ്പും ദാഹവും കൊണ്ട് ക്ഷീണിതനായിട്ട് നിവൃത്ത മടങ്ങി, ഗൃഹം രാജധാനിയെ ഏയുവാൻ പ്രാപിച്ചു, കൃതസ്നാനോചിതാഹാര കുളിയും ഉതകുന്ന ആഹാരവും കഴിച്ച് ഗതക്ലമഃ ക്ഷീണം തീർത്ത് സംവിവേശ ശയ്യയെ പ്രാപിച്ചു. ഇതിലത്തെ അന്വയം തതഃ ക്ഷുതിർ പരിശ്രാന്ത നിവൃത്ത ഗൃഹം ഏയുവാൻ കൃതസ്നാനോചിതാഹാര ഗതക്ലമഃ സംവിവേശ എന്നുകൂടി പറയാം. തതഃ ക്ഷുത്രിക് പരിശ്രാന്ത നിവൃത്ത ഗൃഹം ഏയുവാൻ കൃതസ്നാനോചിതാഹാര ഗതക്ലമഃ സംവിവേശ. അനന്തരം ആ വിശപ്പും ദാഹവും കൊണ്ട് ക്ഷീണിതനായിട്ട് മടങ്ങി ആ രാജധാനിയെ പ്രാപിച്ച് ആ കുളിയും ഉതകുന്ന ആഹാരവും കഴിച്ച് ക്ഷീണം തീർത്ത് ശയ്യയെ പ്രാപിച്ചു. അങ്ങനെ വിശപ്പും ദാഹിച്ചും വലഞ്ഞും ഇരിക്കുന്ന ആ പുരഞ്ജനൻ വേട്ട അവസാനിപ്പിച്ച് ആ രാജധാനിയിലേക്ക് മടങ്ങി സ്നാനം ചെയ്ത് ഉചിതമായ വിധത്തിൽ ആഹാരം കഴിച്ച് വിശ്രമിച്ച് ക്ഷീണം തീർത്തു. സംവിവേശ എന്നതിന് ശയ്യാമാശ്രിത, കിടക്കയിൽ കിടന്നു എന്നാണ് ശ്രീധരീയം. സ്വപ്നാവസ്ഥയിൽ നിന്നുള്ള മോചനം ആണ് ഇവിടെ പറയുന്നത്. ക്ഷീണിച്ച അവസരത്തിൽ ഏതു പ്രകാരത്തിലുള്ള ആഹാരമാണ് കഴിക്കേണ്ടതെന്ന് ആ വൈദ്യശാസ്ത്രത്തിൽ വിധിയുണ്ട്. അതാണ് ഉചിതമായിരിക്കുന്ന ആഹാരം. ക്ഷീണിച്ച അവസ്ഥയിൽ ഏത് ആഹാരമാണ് കഴിക്കേണ്ടതെന്ന് വെച്ചാൽ അതിനെ പറ്റിയിട്ട് ആയുർവേദത്തിൽ പറയുന്നുണ്ട്. അതിനെയാണ് ഉചിതമായിരിക്കുന്ന ആഹാരം എന്ന് പറയുന്നത്. അപ്പം പിന്നെ ആ വിശപ്പും ദാഹവും കൊണ്ട് തളർന്ന് ആ ഗൃഹത്തിൽ മടങ്ങിയെത്തി കുളിയും ഭക്ഷണവും കഴിഞ്ഞ് ക്ഷീണം തീർന്ന് ആ കിടക്കയെ ആശ്രയിച്ചു ആ പുരഞ്ജനൻ. അനന്തരം വിശപ്പും ദാഹവും കൊണ്ട് ക്ഷീണിച്ച രാജാവ് ആ ഗൃഹത്തിലേക്ക് മടങ്ങി വന്ന് സ്നാനം ചെയ്ത് സമുചിതമായിരിക്കുന്ന ആഹാരം കഴിച്ച് സുഖമായിരുന്ന് ക്ഷീണം ശമിപ്പിച്ചു. അപ്പോൾ സ്വപ്നാവസ്ഥയിൽ നിന്ന് മടങ്ങി ജീവൻ ആ ജാഗ്രത അവസ്ഥയെ പ്രാപിച്ചു എന്നാണ് പറയുന്നത്. ഹൃദയമാകുന്ന ഗൃഹത്തിൽ നിവസിച്ചു. ജാഗ്രത അവസ്ഥയിൽ സ്ഥൂലേന്ദ്രിയങ്ങളോടുകൂടെ ആ ബാഹ്യ പദാർത്ഥങ്ങളെ കണ്ട് സന്തോഷിച്ചത് തന്നെ സുഖം. സ്വപ്നഹേതുവായിരിക്കുന്ന നിദ്ര നശിച്ചത് തന്നെ ശ്രമഹാനി, ക്ഷീണം എന്ന് പറയുന്നത്. ഇതിൻ്റെയൊക്കെ ആത്മപക്ഷത്തിൽ പറയുന്ന അർത്ഥം നമ്മൾ ഗ്രഹിക്കണം. ആദ്യം നമുക്ക് കഥ ഇതുപോലെ അങ്ങോട്ട് മനസ്സിലാക്കി പോവാം. അപ്പോൾ ഇതിലത്തെ ഈ ശ്ലോകത്തിൻ്റെ ആ വ്യാഖ്യാനത്തിൽ ക്ഷുത്രിഭ്യാം ശ്രാന്തോ, ആ ക്ഷീണം കൊണ്ട് വിശപ്പും ദാഹവും സഹിക്കവയ്യാതെ വനാനിവൃത്യ, വനത്തിൽ നിന്നും നിവൃത്തമായിട്ട് മടങ്ങിയിട്ട് ഗൃഹം
പ്രാപ്യ ഗൃഹത്തെ പ്രാപിച്ച് സ്നാനോപഹാരാധികം സ്നാനം ചെയ്തിട്ടും ഉചിതമായിരിക്കുന്ന ആഹാരം അധികം കൃത്വ ആഹാരമൊക്കെ കഴിച്ചിട്ടും ശയ്യാം ശ്രിത ആ ശയ്യയെ പ്രാപിച്ചു, അതിനെ ആശ്രയിച്ചു എന്നർത്ഥം. അപ്പോൾ ക്ഷുത്രിഭ്യാം ശ്രാന്തോ ആ വിശപ്പും ദാഹവും കൊണ്ട് ശ്രാന്തോ ക്ഷീണിച്ച് വനാൻ നിവൃത്യ വനത്തിൽ നിന്നും നിവൃത്തമായിട്ട് ഗൃഹം പ്രാപ്യ ഗൃഹത്തെ പ്രാപിച്ച് സ്നാനോപഹാരാധികം സ്നാനം ചെയ്ത് ആഹാരാധികം സ്നാനത്തിന് ശേഷം ചെയ്യുന്ന ആഹാരമൊക്കെ കഴിച്ച് കൃത്വ ശയ്യാം ശ്രിത ശയ്യയെ ആശ്രയിച്ചു. അപ്പോൾ അതിലത്തെ വ്യാഖ്യാനം ക്ഷുത്രിഭ്യാം ശ്രാന്തോ വനാൻ നിവൃത്യ ഗൃഹം പ്രാപ്യ സ്നാനോപഹാരാധികം കൃത്വ ശയ്യാം ശ്രിത ഉള്ളതാണ്. അപ്പോൾ അടുത്ത ശ്ലോകം നമ്മൾക്ക് നോക്കാം. 12ാമത്തെ ശ്ലോകം. ആത്മാനമർഹയാൻ ചക്രേ ധൂപലേപസ്രഗാദിഭിഃ സാധ്വലം കൃത സർവാംഗോ മഹിഷ്യാമാദധേ മനഃ. ആത്മാനമർഹയാൻ ചക്രേ ധൂപാലേപസ്രഗാദിഭിഃ സാധ്വലം കൃത സർവാംഗോ മഹിഷ്യാമാദധേ മനഃ. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്തു? ധൂപം, കുറിക്കൂട്ട്, പൂമാല ഇത്യാദികൾ കൊണ്ട് ആ ശരീരം അലങ്കരിച്ചിട്ട് നന്നായിട്ട് ആ ചമഞ്ഞ ദേഹത്തോട് കൂടിയിട്ട് ആ മനസ്സിനെ ആ പത്നിയിൽ വ്യാപരിപ്പിച്ചു. പത്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹിഷ്യാം പത്നി വ്യാപരിപ്പിച്ചു എന്നർത്ഥം. അപ്പോൾ ധൂപലേപസ്രഗാദിഭി ധൂപം, കുറിക്കൂട്ട്, പൂമാല ഇത്യാദികളാൽ ആത്മാനം ആ ശരീരത്തെ അർഹയാൻ ചക്രേ അലങ്കരിച്ചിട്ട് സാധ്വലം കൃത സർവാംഗ നന്നായി ചമഞ്ഞ ദേഹത്തോടെ മനഃ ആ മനസ്സിനെ മഹിഷ്യാം ആ പത്നിയിൽ ആദധേ വ്യാപരിപ്പിച്ചു. ഒന്നുകൂടി പറയാം. ധൂപലേപസ്രഗാദിഭി ധൂപം, കുറിക്കൂട്ട്, പൂമാല ഇത്യാദികളാൽ ആത്മാനം ശരീരം ശരീരം അർഹയാം ചക്രേ അലങ്കരിച്ചു. ആത്മാനം അർഹയാം ചക്രേ എന്നതാണ് ആ ശ്ലോകത്തിൽ ആദ്യം പറയുന്നത്. ധൂപലേപസ്രഗാദിഭി അലങ്കരിച്ചു. സാധ്വലംകൃത സർവാംഗ ആ നന്നായിട്ട് ചമഞ്ഞ ആ ദേഹത്തെ മഹിഷ്യാമാദധേ സർവാംഗോ മഹിഷ്യാമാദധേ ദേഹത്തോടെ മനഃ ആ മനസ്സിനെ ദധേ മനഃ മനസ്സിനെ മഹിഷ്യാം ആ പത്നിയിലെ വ്യാപരിപ്പിച്ചു. അപ്പം ഇതിലത്തെ അന്വയം ധൂപാലേപസ്രഗാദിഭിഃ ആത്മാനം അർഹയാൻ ചക്രേ സാധ്വലം കൃത സർവാംഗ മനഃ മഹിഷ്യാം ആദധേ. എന്നും കൂടി പറയാം. ധൂപലേപസ്രഗാദിഭിഃ ആത്മാനം അർഹയാൻ ചക്രേ സാധ്വലം കൃത സർവാംഗ മനഃ മഹിഷ്യാം ആദധേ. ധൂപം, കുറിക്കൂട്ട്, പൂമാല ഇത്യാദികളാൽ ശരീരം അലങ്കരിച്ച് നന്നായിട്ട് ചമഞ്ഞ ദേഹത്തോടെ ആ മനസ്സിനെ പത്നിയിൽ വ്യാപരിപ്പിച്ചു. ധൂപം, കുറിക്കൂട്ട്, മാലകൾ ഇത്യാദികളാൽ ആ പുരഞ്ജനൻ തൻ്റെ ദേഹം അലങ്കരിച്ച് അങ്ങനെ ദേഹാലങ്കാരങ്ങൾ പൂർത്തിയായപ്പോൾ പത്നിയെപ്പറ്റി ചിന്തിച്ചു. അപ്പോൾ സ്വപ്നാവസ്ഥയിൽ നിന്ന് ജാഗ്രത അവസ്ഥയിലേക്ക് തിരിച്ചു വന്നു എന്ന് ഭാവം. അപ്പോഴാണ് ആ പത്നി വിചാരം സാത്വിക ബുദ്ധി സംയോഗത്തെ പ്രതിനിധാനം ചെയ്യണം. അവിടെ ആണ് ഇവിടെ പറഞ്ഞത്. സ്വപ്നാവസ്ഥയിൽ നിന്നും മടങ്ങി ജീവൻ ജാഗ്രത അവസ്ഥയെ പ്രാപിച്ചു ഹൃദയമാകുന്ന ഗൃഹത്തിൽ നിവസിച്ചു. ജാഗ്രത അവസ്ഥയിൽ സ്ഥൂലേന്ദ്രിയങ്ങളോടുകൂടെ ബാഹ്യപദാർത്ഥങ്ങളെ കണ്ട് സന്തോഷിച്ചത് തന്നെ സുഖം. ഇങ്ങനെയുള്ള ആത്മപക്ഷത്തിലുള്ള അതിൻ്റെ ഭാവങ്ങളെ പറ്റിയിട്ട് ആ കഥയുടെ ഭാവങ്ങളെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. നോക്കാം നമുക്ക്. അപ്പോൾ ഇവിടെ ധൂപം, കുറിക്കൂട്ട്, മാല മുതലായതുകൊണ്ട് തന്നെ അലങ്കരിച്ച് ഇങ്ങനെ അലങ്കാരങ്ങളെല്ലാം വേണ്ട വിധം ചെയ്ത് ആ പത്നിയെ പറ്റി ചിന്തിച്ചു.
ചന്ദനം, പൂമാല, ധൂപം എന്നിവയാൽ സ്വശരീരത്തെ അലങ്കരിച്ചു. എല്ലാ അവയവങ്ങളെയും വേണ്ട വിധം അലങ്കരിച്ച് അതിൽ പിന്നെ ആ സ്വഭാര്യയിൽ മനസ്സിനെ പ്രവേശിപ്പിച്ചു. സ്വപ്നദോഷം നിശേഷം നീങ്ങിയിട്ട് ജാഗ്രത അവസ്ഥയെ പ്രാപിച്ച് ആ ഹൃദയത്തിൽ ഇരുന്ന് സന്തോഷമായപ്പോൾ, സാത്വിക ഭാവം വന്നപ്പോൾ വിവേകവതിയായിരിക്കുന്ന ബുദ്ധിയോട് ജീവാത്മാവ് യോജിപ്പാൻ വിചാരിച്ചു. ഇതാണ് ആ ആത്മപക്ഷത്തിലെ അതിലെ അർത്ഥം. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. 13ാമത്തെ ശ്ലോകം. തൃപ്തോ ഹൃഷ്ടഃ സുതൃപ്തശ്ച കന്ദർപ്പാകൃഷ്ടമാനസ നവ്യജഷ്ടവരാരോഹാം ഗൃഹിണീം ഗൃഹമേധിനീം. തൃപ്തോ ഹൃഷ്ടഃ സുതൃപ്തശ്ച കന്ദർപ്പാകൃഷ്ടമാനസഃ ന വ്യജഷ്ടവരാരോഹാം ഗൃഹിണീം ഗൃഹമേധിനീം. അങ്ങനെ സംതൃപ്തനായിട്ട് സന്തോഷിച്ചവനായിട്ട്, അതുപോലെ മതിച്ചവനായിട്ട്, കാമാവേശം പൂണ്ടവനായിട്ട് അദ്ദേഹം ആ സുന്ദരിയും ഗൃഹസ്ഥകർമ്മങ്ങളിൽ സഹകരിക്കുന്നവളുമായിരിക്കുന്ന പത്നിയെ നവ്യജഷ്ട കണ്ടില്ല എന്നാണ് പറഞ്ഞത്. പത്നിയെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ആ പത്നിയെ അവിടെ കണ്ടില്ല എന്നാണ് പറയുന്നത്. ആണ് തൃപ്തോ ഹൃഷ്ടഃ സുതൃപ്തശ്ച കന്ദർപ്പാകൃഷ്ടമാനസ നവ്യജഷ്ടവരാരോഹാം ഗൃഹിണീം ഗൃഹമേധിനീം. അപ്പോൾ തൃപ്തഃ എന്ന് പറഞ്ഞാൽ സംതൃപ്തനും, ഹൃഷ്ടഃ സന്തോഷിച്ചവനും, സുതൃപ്തഃ മതിച്ചവനും, കന്ദർപ്പാകൃഷ്ടമാനസഃ കാമാവേശം പൂണ്ടവനും ആയിരിക്കുന്ന അദ്ദേഹം വരാരോഹാം സുന്ദരിയും ഗൃഹമേധിനിയും ഗൃഹകർമ്മങ്ങളിൽ സഹകരിക്കുന്നവളും ആയിരിക്കുന്ന ഗൃഹിണി തൻ്റെ പത്നിയെ ന വിജഷ്ട അവിടെ കണ്ടില്ല. തൃപ്തഃ സംതൃപ്തനും, ഹൃഷ്ടഃ സന്തോഷിച്ചവനും, സുതൃപ്തഃ ച മതിച്ചവനും, കന്ദർപ്പാകൃഷ്ടമാനസഃ കാമാവേശം പൂണ്ടവനുമായിരിക്കുന്ന അദ്ദേഹം വരാരോഹാം സുന്ദരിയും ഗൃഹമേധിനിയും ഗൃഹസ്ഥകർമ്മങ്ങളിൽ സഹകരിക്കുന്നവളുമായിരിക്കുന്ന ഗൃഹിണീം പത്നിയെ ന വ്യജഷ്ട കണ്ടില്ല. പുരഞ്ജനൻ സംതൃപ്തനും സന്തോഷിച്ചവനും മതിച്ചവനും കാമാവേശം പൂണ്ടവനും ആയിരിക്കുന്ന ആ പുരഞ്ജനൻ സുന്ദരിയും ഗൃഹസ്ഥകർമ്മങ്ങളിൽ സഹകരിക്കുന്നവളുമായിരിക്കുന്ന പത്നിയെ കണ്ടില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ അതിലത്തെ അന്വയം തൃപ്തഃ ഹൃഷ്ടഃ സുതൃപ്തഃ ച കന്ദർപ്പാകൃഷ്ടമാനസഃ വരാരോഹാം ഗൃഹമേധിനീം ഗൃഹിണീം ന വിജഷ്ട. ഒന്നും കൂടി പറയാം. തൃപ്തഃ ഹൃഷ്ടഃ സുതൃപ്തഃ ച കന്ദർപ്പാകൃഷ്ടമാനസഃ വരാരോഹാം ഗൃഹമേധിനീം ഗൃഹിണീം ന വിജഷ്ട. തൃപ്തനും സന്തോഷിച്ചവനും മതിച്ചവനും കാമാവേശം പൂണ്ടവനുമായിരിക്കുന്ന അദ്ദേഹം ആ സുന്ദരിയും ഗൃഹസ്ഥകർമ്മങ്ങളിൽ സഹകരിക്കുന്നവളുമായിരിക്കുന്ന പത്നിയെ അവിടെ കണ്ടില്ല. പുരഞ്ജനൻ തൃപ്തനും സന്തുഷ്ടനും അഹങ്കരിച്ചവനുമായി കാമാസക്തി ഉടലെടുത്തു. എന്നാൽ തൻ്റെ ഗൃഹത്തിൻ്റെ ചുമതലകൾ വഹിക്കുന്നവളും സുന്ദരിയുമായിരിക്കുന്ന പത്നിയെ അവിടെ കണ്ടില്ല. സ്വപ്നത്തിൽ നിന്ന് ഉണർന്ന ഉടനെ തന്നെ പൂർണ്ണമായും ജാഗ്രത അവസ്ഥ വരില്ലല്ലോ. കുറച്ചു നേരം ഒരു ഭ്രമമുണ്ടാകും. അതാണ് ആ പത്നിയെ, ആ സാത്വിക ബുദ്ധിയെ കണ്ടില്ലെന്നതിന് അർത്ഥമായിട്ട് ഇവിടെ പറയുന്നത്. അപ്പോൾ സംതൃപ്തനും സന്തുഷ്ടനും കാമാവിഷ്ടനും ആയിരിക്കുന്ന പുരഞ്ജനൻ ഗൃഹനാഥയും സുന്ദരിയുമായ പത്നിയെ അവിടെ കണ്ടില്ല. അപ്പോൾ സ്വപ്നാവസ്ഥയെ ദോഷം വിശേഷം നീങ്ങി ജാഗ്രത അവസ്ഥയെ പ്രാപിച്ച് പറഞ്ഞു. ഭാര്യാന്വേഷണ കാരണത്തെയും തൽക്കാലാവസ്ഥയെയും പറയുന്നു. ഹേ പ്രാചീന ബർഹിസായിട്ടുള്ളവനെ, രാജാവ് ആഹാരാദികളിൽ തൃപ്തിയും സന്തോഷവും ഉണ്ടായപ്പോൾ അഹങ്കാരം നിമിത്തം മന്മഥ വികാരം ഉണ്ടായിട്ടാണ് ഭാര്യയെ അന്വേഷിച്ചത്. ഗൃഹസ്ഥകാര്യങ്ങൾ നിർവഹിക്കുന്ന ഗൃഹിണിയായ നായികയെ തൽക്ഷണം കാണാത്തതിനാൽ മനസ്സ്വാസ്ഥ്യമില്ലാതെ അന്തഃപുര ദാസികളോട് ചോദിച്ചു. ആ ജാഗ്രത അവസ്ഥയിൽ എത്തിയാലും ആ സ്വപ്ന സംസ്കാരം നിമിത്തമുള്ള ഭ്രമം കുറേ നേരം അവിടെ നിലനിൽക്കും. അപ്പോൾ സർവകാര്യങ്ങളെയും വേണ്ടതുപോലെ നിർവഹിപ്പാനുള്ള ബുദ്ധിശക്തി ഉണ്ടാവുന്നില്ല. അപ്പം അന്തഃപുരവാസികൾ എന്ന സംജ്ഞ ഇന്ദ്രിയ വൃത്തികൾക്ക് കൽപ്പിച്ച് പറയുന്നതാണ് അന്തഃപുരവാസികൾ. അപ്പോൾ ഇതിലത്തെ ആ വ്യാഖ്യാനം വന്നിട്ട് നമുക്ക് നോക്കാം. ഇതിൽ വ്യാഖ്യാനത്തിൽ തതഃ സകൃച്ഛന്ദനാദിഭിർ
ആയാതീരന്യാം തതഃ സകൃച്ചന്ദനാദിഭിരാത്മാനം ഭൂഷയൻ. പ്രകാരം ആ ചന്ദനം, പൂക്കൾ തുടങ്ങിയവയെ കൊണ്ട് അലങ്കരിച്ച ഭൂഷണം ഇട്ടിട്ടുള്ള ഭൂഷണനായിട്ട് കാമേന വ്യാപ്തോ കാമാവേശിതനായിരിക്കുന്ന അദ്ദേഹം ഗൃഹിണിയും, ആ ഗൃഹിണിയെ സംസ്മാര, ആ ഗൃഹിണിയെ പറ്റിക്കുറിച്ച് ചിന്തിച്ചു. തതഃ അതിനുശേഷം സ്രക്ചന്ദനാദിഭിരാ ആത്മാനം, ആ ധൂപം, ദീപം, ചന്ദനം ഇവയെ കൊണ്ട് ആ സ്വന്തം ശരീരത്തെ അലങ്കരിച്ച് ആ കാമേന വ്യാപ്തോ വ്യാപ്തനായിട്ട് ഗൃഹിണീം സംസ്മാര, ആ ഗൃഹിണിയെ പത്നിയെ സ്മരിച്ചു. അപ്പോൾ തഥാ താമദൃഷ്ട ദാസീഹി, അവളെ കണ്ടില്ല. അദൃഷ്ടാദാസി, അവളെ അവിടെ കണ്ടില്ല എന്നുള്ളതാണ്. തതഃ സകൃത് ചന്ദനാദിഭിരാത്മാനം ഭൂഷയൻ കാമേന വ്യാപ്തോ ഗൃഹിണീം സംസ്മാര. എന്നാൽ അവിടെ ആ ഗൃഹിണിയെ അവിടെ കാണാൻ സാധിച്ചില്ല എന്നുള്ളതാണ് പറയുന്നത്. അടുത്ത ശ്ലോകങ്ങൾ അടുത്ത ക്ലാസ്സിലെടുക്കാം. ഹരേ കൃഷ്ണ.